have thine own way, Lord, have thine own way. Search me and try me, Master, today. Whiter than snow, Lord, wash me just now, as in thy presence humbly I bow. Warm greetings to all my viewers in the mighty name of our Lord and Savior Jesus Christ. Dear sisters and brothers, പരിശുദ്ധ വലിയ നോമ്പിൻ്റെ 5-ാമത്തെ ഞായറാഴ്ചയാണല്ലോ ഇന്ന്. യേശുതമ്പുരാൻ കൂനിയായ ഒരു സ്ത്രീയെ സൗഖ്യമാക്കുന്ന കാര്യമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. വിശുദ്ധനായ ലൂക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിലാണ് ഈ സംഭവം വിവരിച്ചിരിക്കുന്നത്. നമുക്ക് വായിക്കാം. ഒരു ശബ്ബത്തിൽ യേശു ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിമിരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ച്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നുവെന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവീൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങളിൽ ഓരോരുത്തൻ ശബ്ബത്തിൽ തൻ്റെ കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചു വിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ ഇത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൽ നടന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. കപടഭക്തിക്കാരായ കുറേ ആളുകളെ യേശു ഒരു പാഠം പഠിപ്പിച്ച സംഭവമായിരുന്നു അത്. ഒരിക്കൽ യേശു ഒരു സിനഗോഗിൽ ശാബത ദിവസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ 18 സംവത്സരമായി കൂനിയായി ഒട്ടും നിവരുവാൻ കഴിയാത്ത ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് മനസ്സലിഞ്ഞ് അടുക്ക വിളിച്ച് അവളെ തൊട്ട് സൗഖ്യമാക്കി. യേശു ചെയ്ത ഈ പ്രവൃത്തിയിൽ നീരസം പൂണ്ട പള്ളിപ്രമാണി യേശുവിനോട് പറയാനുണ്ടായിരുന്നതെല്ലാം അവിടെ കൂടി നിന്ന ജനങ്ങളോടങ്ങ് പറഞ്ഞു. സൗഖ്യം പ്രാപിക്കേണ്ടവർക്ക് വേറെ 6 ദിവസമുണ്ടല്ലോ, ആ ദിവസങ്ങളിൽ വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവീൻ, പക്ഷേ ശാബത ദിവസം പാടില്ല. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശാബത ദിവസം അവർ ദൈവാരാധനയ്ക്കായി ശുദ്ധീകരിച്ച് വേർതിരിച്ചിരിക്കുന്ന ദിവസമാണ്. അത് ദൈവകൽപ്പനയാണ്. ശാബത ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക. കീപ് ദ ശാബത്ത് ഹോളി. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. അതായിരുന്നു പ്രമാണം. പക്ഷേ എന്താണ് ഈ കൽപ്പനയുടെ അന്തസത്ത എന്ന് മനസ്സിലാക്കുവാൻ ഈ പള്ളിപ്രമാണി തുനിങ്ങില്ല. ബാഹ്യമായ ആചാരങ്ങളും കർമ്മങ്ങളും അനുഷ്ഠാനങ്ങളുമായി അവർ ശാബത ദിവസത്തെ അങ്ങ് മാറ്റിക്കളഞ്ഞു. ശാബത ദിവസത്തെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്ന് ജനത്തോട് കൽപ്പിച്ച ദൈവം എന്താണ് ആ കൽപ്പന കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. ഇന്നും ഈ സ്ഥിതിയാണ് ആരാധനാലയങ്ങളിലുള്ളത്. ആഴ്ചയിൽ ഒരു ദിവസം വേർതിരിച്ച് ശാബത ദിവസമായി ദൈവം നൽകിയത്
മനുഷ്യനുമായി കൂട്ടായ്മയിലിരിക്കുവാനാണ്. ദൈവവുമായി സംസർഗത്തിലായിരിക്കുവാനാണ്. അങ്ങനെ മനുഷ്യൻ ദൈവവുമായി സംസർഗത്തിലായിരിക്കുന്നതിനെയാണ് പ്രാർത്ഥന അഥവാ ആരാധന എന്ന് പറയുന്നത്. അവിടെ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് നൽവരങ്ങളും അനുഗ്രഹങ്ങളും പ്രാപിക്കുന്നു, സമാധാനവും സന്തോഷവും പ്രാപിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിടുതലാണ്, സൗഖ്യമാണ് ആരാധനയിൽ നടക്കുന്നത്. ഏറ്റവും പ്രധാനമായി ആരാധനയിൽ ലഭിക്കുന്നത് സ്വസ്ഥതയാണ്, റെസ്റ്റ്. ശാബത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ സ്വസ്ഥത എന്നാകുന്നു. ദൈവം മനുഷ്യർക്ക് ഈ കൽപ്പന കൊടുത്തപ്പോൾ, കീപ് ദ ശാബത്ത് ഹോളി എന്ന കൽപ്പന കൊടുത്തപ്പോൾ ദൈവം എന്താണ് ഉദ്ദേശിച്ചത്? എന്തായിരുന്നു ദൈവോദ്ദേശം? ആ കൽപ്പനയുടെ എസൻസ്, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി ജീവിക്കുക എന്നുള്ളതായിരുന്നു. ദൈവവുമായി സംസർഗത്തിലായിരിക്കുക, അവിടുന്ന് സ്വസ്ഥത പ്രാപിക്കുക. മനുഷ്യനു വേണ്ടിയായിരുന്നു ദൈവം അത് കൊടുത്തത്, ആ കൽപ്പന. അതിനാലാണ് കർത്താവ് പറഞ്ഞത്, ശാബത്ത് മനുഷ്യനു വേണ്ടിയാണ്, അല്ലാതെ ശാബത്തിനു വേണ്ടിയല്ല മനുഷ്യൻ. ഒരു ശാബത്തുണ്ട്, അത് എങ്ങനെയും നിറവേറ്റണം. കർമ്മങ്ങളും ആചാരങ്ങളും എന്തൊക്കെയാണോ അതിനോടനുബന്ധിച്ചുള്ളത്. ഇവിടെ പ്രധാനമായും കർത്താവ് പറഞ്ഞത്, നിങ്ങൾ സാമാന്യ വേലയൊന്നും ചെയ്യരുത് എന്നാണ്. സാമാന്യ വേലയിൽ നിന്നൊക്കെയും മുക്തി പ്രാപിച്ച് നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിച്ചത്. അപ്പോൾ അവിടെ ഒരു ശാബത്തുണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെയാണ് അത് ആചരിക്കേണ്ടത്? എത്ര കർശനമായിരിക്കണം? അതിൻ്റെ ആചരണത്തിൻ്റെ കാർക്കശ്യമാണ് അന്ന് ആ ജനങ്ങൾ പ്രധാനമായും കണ്ടത്. അല്ലാതെ അതിൻ്റെ അന്തസത്ത എന്തായിരുന്നു എന്നുള്ളതായിരുന്നില്ല. മനുഷ്യന് വേണ്ടിയാണ് ദൈവം ശാപത്തുണ്ടാക്കിയത്. കർത്താവ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ആ സിനഗോഗിൽ ചെയ്തത്. ആരാണോ ഈ കൽപ്പന മനുഷ്യജാതിക്ക് കൊടുത്തത്, ആ ദൈവം തന്നെയാണ് മനുഷ്യരൂപത്തിൽ ആ സിനഗോഗിലായിരിക്കുന്നത്, യേശു ക്രിസ്തുവായി. യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്ന കപടഭക്തിക്കാരെ, ശാപത്തിനു വേണ്ടി ആയിരിക്കുന്നവരെ, ജീവിക്കുന്നവരെ, ശാപത്തിനു വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നവരെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. ഇവിടെ വേഴ്സ് 12 പറയുന്നു, When Jesus saw her, he called her forward and said to her, Woman, you are set free from your infirmity. Then he put his hand on her, and immediately she straightened up and praised God. യേശുക്രിസ്തു ആ കൂനിയായ സ്ത്രീയുടെ മേൽ കൈവച്ചു. പെട്ടെന്ന് അവൾ നിവർന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സാധാരണയായി അവൾ ഏറ്റവും വിഷണ്ണയായി മനപ്രയാസമുള്ളവളായിട്ടാണ് ഈ 18 വർഷങ്ങൾ ആ സിനഗോഗിൽ വന്നുകൊണ്ടിരുന്നത്. അവളുടെ വിഷമം അവിടെ ഉണ്ടായിരുന്ന ആരും മനസ്സിലാക്കിയില്ല. പക്ഷേ അത് മനസ്സിലാക്കേണ്ടവൻ അവിടെ വന്നു. അത് മനസ്സിലാക്കി അവൾക്ക് ആ നിമിഷം തന്നെ സൗഖ്യം കൊടുത്തു. അവൾ ദൈവത്തെ സ്തുതിച്ചു. ക്ഷണത്തിൽ അവൾ നിവർന്ന് ദൈവത്തെ സ്തുതിച്ചു എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. രോഗാത്മാവ് 18 സംവത്സരമായി അവളെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ആ സ്ത്രീയോടാണ് യേശു പറഞ്ഞത്, വുമൺ, യു ആർ സെറ്റ് ഫ്രീ ഫ്രം യുവർ ഇൻഫർമിറ്റി.
കൂനിയായിരുന്ന ആ സ്ത്രീ എങ്ങനെയായിരുന്നു ആ നീണ്ട 18 വർഷക്കാലം ആ സിനഗോഗിൽ വന്നുപോയിക്കൊണ്ടിരുന്നത്? അവൾ കൂനിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അവൾക്ക് ലഭിക്കേണ്ടിയിരുന്ന പരിഗണന ഒരിക്കൽ പോലും അവൾക്ക് ലഭിച്ചു കാണില്ല. കാരണം നമുക്കറിയാം, ഇന്നും അംഗവിഹീനർ, അന്ധർ, ചെവി കേൾക്കാൻ പാടില്ലാത്തവർ, മുടന്തർ മുതലായ ഇൻഫേർമിറ്റീസ് ഉള്ളവർ ഒരു പൊതുസ്ഥലത്ത് വന്നാൽ മറ്റുള്ളവർ അങ്ങനെയുള്ളവരെ പലപ്പോഴും ഒഴിവാക്കാനാണ് ശ്രമിക്കാറ്. തങ്ങളുടെ ഇരിപ്പിടത്തിനരികെ അവർക്കൊരു സീറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ അവർ ഇരിക്കുന്നിടത്ത് തങ്ങൾ ചെന്ന് ചേർന്നിരിക്കുകയോ അവർ ചെയ്യാറില്ല. പലപ്പോഴും അവരെ അവോയ്ഡ് ചെയ്യുകയാണ് അവർ ചെയ്യുന്നത്. ഇക്കാര്യം തന്നെയാണ് ആ സിനഗോഗിലും നടന്നത്. നീണ്ട 18 വർഷക്കാലം അവരുടെ കൂടെ ആരാധിച്ചിരുന്ന ആ സ്ത്രീയോട് അവർക്ക് മനസ്സലിവോ കരുണയോ ഉണ്ടായിരുന്നില്ല. ഞാനിത് പറയുവാൻ കാരണം, യേശുക്രിസ്തു ആ സ്ത്രീയെ തൻ്റെ അടുക്കിലേക്ക് വിളിച്ച് അവളെ സൗഖ്യമാക്കിയപ്പോൾ ആ പള്ളിപ്രമാണി എന്താണ് അവിടെ ചെയ്തത്? മാത്രവുമല്ല, ഇത്രയും നാൾ നിലത്തോട്ട് മാത്രം നോക്കി നടന്ന ആ സ്ത്രീ, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒട്ടും നിവരുവാൻ കഴിയാത്തവളെന്ന്. ഒരു വലിയ അത്ഭുതമാണ് അവിടെ നടന്നത്. അവളിതാ നിവർന്നു നിന്ന് ദൈവത്തെ സ്തുതിക്കുന്നു. അല്പമെങ്കിലും മനസ്സലിവോ സ്നേഹമോ അവിടെ കൂടിയിരുന്നവർക്കുണ്ടായിരുന്നെങ്കിൽ അവർ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിയനുമായിരുന്നു. ഹല്ലേലൂയാകളാലും സ്തോത്രങ്ങളാലും ആ സിനഗോഗ് നിറയുമായിരുന്നു. പക്ഷെ അതുണ്ടായില്ല. യേശു ചെയ്ത വീര്യപ്രവൃത്തിയിൽ ദൈവത്തെ സ്തുതിക്കുവാനോ അത്ഭുതപ്പെടുവാനോ ആ സിനഗോഗിൽ കൂടിയിരുന്നവർ താമസിച്ചതിന് കാരണം ആ പള്ളിപ്രമാണി കോപത്തോടെ ജനത്തോട് പറഞ്ഞ കാര്യങ്ങളാണ്. പള്ളിപ്രമാണിക്ക് യേശുവിനോടായിരുന്നു നീരസം. എന്നാൽ യേശുവിൻ്റെ മുഖത്ത് നോക്കി അത് പ്രകടിപ്പിക്കുവാൻ കഴിയാതെ അയാൾ ആ ജനത്തിന് നേരെ തിരികുകയായിരുന്നു. അതാണ് നാം വേഴ്സ് 14 വായിച്ചത്. Indignant because Jesus had healed on the Sabbath, the synagogue ruler said to the people, "There are 6 days for work, so come and be healed on those days, not on the Sabbath." ഇത് കേട്ട യേശു ആ പള്ളിപ്രമാണി ശരിക്കും കേൾക്കത്തക്ക വിധം എല്ലാവരോടുമായി പറയുകയാണ്, "യു ഹിപ്പോക്രൈറ്റ്സ്, കപടഭക്തിക്കാരെ, doesn't each of you on the Sabbath untie his ox or donkey from the stall and lead it out to give it water?" നിങ്ങൾ നിങ്ങളുടെ കാളയും കഴുതയുമൊക്കെ ശാബത്ത് ദിവസം തൊഴുത്തിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കത്തില്ലേ? യേശുവിൻ്റെ ചോദ്യമാണ്. ഒരു ചോദ്യം കൂടെ ഉണ്ട്. Then should not this woman, a daughter of Abraham, whom Satan has kept bound for 18 long years, be set free on the Sabbath day from what bound her? നീണ്ട 18 വർഷക്കാലം സാത്താൻ ബന്ധിച്ചിരിക്കുന്ന ഈ സ്ത്രീയെ, അബ്രഹാമിൻ്റെ മകളായ ഇവളെ, ആ ബന്ധനത്തിൽ നിന്ന് ഞാൻ അഴിച്ചുവിടേണ്ടതല്ലേ? നിങ്ങൾക്ക് ഉത്തരമുണ്ടെങ്കിൽ പറയുക. 2 ചോദ്യങ്ങളാണ് യേശു ചോദിച്ചത്. മറ്റൊന്നും ചോദിച്ചില്ല. അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ശാബത്തിനെ അവരുടേതായ വ്യാഖ്യാനം കൊടുത്ത് വ്യാഖ്യാനിച്ചു വെച്ചപ്പോൾ അവർ ചെയ്തത് വേലയാണ്. ശാബത്തിൽ കാളയും കഴുതിയൊക്കെ തൊഴുത്തിൽ നിന്ന് അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നു.
അവർക്ക് കാളയോടും കഴുതയോടുമൊക്കെ കരുണയും മനസ്സലിവും സ്നേഹവും ഒക്കെ ഉണ്ട്. അതവർ കാണിച്ചു. ശാപത്താണോ എന്നൊന്നും അവർ നോക്കിയില്ല. അത് ലംഘിക്കുവാണോ വേലയാണോ ചെയ്യുന്നത് എന്നൊന്നും അവർ നോക്കിയില്ല. കാരണം അവർക്ക് കാളയോടും കഴുതയോടും ഒക്കെ സ്നേഹമുണ്ട്. എന്നാൽ എനിക്ക് സ്നേഹിച്ചുകൂടെ അബ്രഹാമിൻ്റെ മകളായ ഈ സ്ത്രീയെ? കാരണം അവൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അബ്രഹാമിൽ കൂടെ അനുഭവിക്കുവാൻ തക്കവണ്ണം യോഗ്യത നേടിയവളാണ്. നിങ്ങളെപ്പോലെ തന്നെ അവളും അബ്രഹാമിൻ്റെ മകളാണ്. ദൈവ വാഗ്ദത്തങ്ങൾക്കും അവകാശങ്ങൾക്കും എല്ലാം അനുഗ്രഹങ്ങൾക്കും എല്ലാം അവൾ യോഗ്യയാണ്. അവളെ ഈ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടേണ്ടതല്ലയോ? അവൾക്ക് ഡിഗ്നിറ്റി ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാളയും കഴുതയേങ്കാൾ. അതാണ് യേശു അവരോട് പറഞ്ഞത്. ജീസസ് വാല്യൂസ് ഹെർ ഡിഗ്നിറ്റി ഓവർ സാബത്ത് ഒബ്സർവൻസസ്. ജീസസ് വാല്യൂസ് ഹെർ ഡെലിവറൻസ് ഓവർ സാബത്ത് ഒബ്സർവൻസസ്. അവർക്ക് ഉത്തരം മുട്ടിപ്പോയി. When Jesus said this, all his opponents were humiliated. But the people were delighted with all the wonderful things he was doing. ഈ ജനത്തെ അവർ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനെ ജനത്തെ അടക്കി അവർ മിണ്ടാതെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ ഓരോ ചർച്ചിലുമുണ്ട്. അവർ പേടിച്ച് മിണ്ടാതിരിക്കുകയാണ്. എന്താണ് നിങ്ങൾ ഈ പറയുന്നതെന്ന് അവരോട് ചോദിക്കുവാൻ ഇവർക്ക് ഭയമാണ്. കാരണം അവരാണ് ഇവരെ ഭരിക്കുന്നത്. അതുകൊണ്ട് അവർ മിണ്ടാതിരുന്നു. പക്ഷെ യേശു നല്ല കൊട്ടു കൊടുത്തപ്പോൾ അവർ സന്തോഷിച്ചു. അവർ ലജ്ജ ധരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ, ഹ്യൂമിലിയേറ്റഡ് ആയി എന്ന് മനസ്സിലായപ്പോൾ, but the people were delighted with all the wonderful things he was doing. നിശ്ചയമായും അവർ ദൈവത്തെ സ്തുതിച്ച് കാണും. ഇവിടെ എഴുതിയിട്ടില്ല എങ്കിൽ തന്നെയും. കൂനിയായ സ്ത്രീയോട് മനസ്സലിവ് കാട്ടി അവളെ സൗഖ്യമാക്കിയതിലൂടെ ആ സിനഗോഗിലുണ്ടായിരുന്ന എല്ലാവരെയും വലിയ പാഠങ്ങളാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. ശാബത്തിന്റെ ബാഹ്യമായ ആചരണങ്ങളെക്കാൾ ആവശ്യഭാരവുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന മനുഷ്യരെ സഹായിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. ശാബത്ത് ഇസ് എ ഡേ ഓഫ് ലിബറേഷൻ. അവിടെ നടക്കേണ്ടത് വിടുതലാണ്. മനുഷ്യരുടെ വിടുതൽ അതിൻ്റെ സമഗ്രതയിൽ. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മാന്യത കാക്കപ്പെടണം. എല്ലാ കർമാനുഷ്ഠാനങ്ങൾക്കും മേലെ മനുഷ്യൻ്റെ മാന്യതയാണ് വിലമതിക്കപ്പെടേണ്ടത്. ഹ്യൂമൻ ഡിഗ്നിറ്റി ഈസ് ടു ബി വാല്യൂഡ് ഓവർ ഓൾ സെറിമോണിയൽ ഒബ്സർവൻസസ്. അതല്ലാത്തതെല്ലാം ഹിപ്പോക്രസിയാണ്, കപടഭക്തിയാണ്. ന്യായപ്രമാണത്തിലെ ഘനമേറിയ കാര്യങ്ങളാണ് യേശു ഇവിടെ കാണിച്ചു കൊടുക്കുന്നത്. ബേറ്റിയർ മാറ്റേഴ്സ് ഇൻ ദ ലോ. അതെന്താണ്? ദയ, കരുണ, വിശ്വാസം. മനുഷ്യനോട് മനസ്സിലുള്ളവനായിരിക്കുക, ദയുള്ളവനായിരിക്കുക. ജസ്റ്റിസ്, മെർസി ആൻഡ് ഫെയ്ത്ത്. പ്രിയ സഹോദരങ്ങളെ, കിൻഡർ ഗാർഡൻ ബെഥെസ്ദയിലെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി ഞാൻ കരുതുന്നു. പുതിയ ഒരു എപ്പിസോഡുമായി നാം വീണ്ടും കണ്ടുമുട്ടും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. I bless you in Jesus' name. Amen.